الحمد لله الذي وحده والصلاة والسلام على من لا نبي بعده اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. പരിശുദ്ധ റമദാൻ മാസത്തിലെ 3 ദിനരാത്രങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. 4ാമത്തെ നോമ്പിലാണ് നാം ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മയെല്ലാം ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അനുഗ്രഹീതമായ ഈ ദിവസങ്ങളിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭവനത്തിൽ നമ്മുടെ ഒരല്പസമയം ചെലവഴിക്കുക എന്നുള്ളത് തന്നെ അള്ളാഹു നമുക്ക് നൽകിയ ഒരു അനുഗ്രഹമാണ്. അത്തരം അനുഗ്രഹങ്ങൾ കൂടുതൽ കണ്ടെത്തുക എന്നുള്ളതാണ് ഈ റമദാനെ ഏറ്റവും ഫലപ്രദമായി വിനിയോഗിക്കുക എന്നുള്ളത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയുടെ പള്ളിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു ചുവന്ന മേലങ്കിയിൽ ചാരിയിരിക്കുമ്പോൾ മഹാനായ ഒരു സഹാബി സൊഫാൻ ഇബ്നു അസാൽ റളിയല്ലാഹു അൻഹു കടന്നു വന്നു അദ്ദേഹത്തോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് ഇന്നി ജിഇതു അത്ലുബുൽ ഇൽം. അല്ലാഹുവിൻ്റെ ദൂതരെ, ഞാൻ അറിവ് തേടിയാണ് വന്നിരിക്കുന്നത്. എനിക്കെന്തെങ്കിലും അറിവ് നൽകിയാലും ഇൽമിയായ ഫിഖ്ഹിയായ എന്തെങ്കിലും ഒരു വിഷയം ആഗ്രഹിച്ചുകൊണ്ടാണ്, അതറിയണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ സ്വഹാബി വന്നത്. അപ്പോൾ അദ്ദേഹത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഖാല മർഹബൻ ബിത്വാലിബിൽ ഇൽം. അറിവ് തേടുന്നയാൾക്ക് സ്വാഗതം എന്നാണ്. അറിവ് തേടുന്നയാൾക്ക് സ്വാഗതം. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേര് ചൂണ്ടിക്കാണിച്ചുകൊണ്ടല്ല പറഞ്ഞത്. അറിവ് തേടുന്നയാൾ എന്ന് പറഞ്ഞാൽ ആ അറിവ് തേടുന്നത് ആരൊക്കെയാണോ അവർക്കെല്ലാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വാഗതം നമുക്ക് ലഭിക്കുന്നതാണ്. അങ്ങനെ ആ അറിവിൻ്റെ ഒരു പ്രാധാന്യം വിളിച്ചോതിക്കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും അതിൻ്റെ തുടർച്ചയായി കുറെ പ്രതിഫലങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. മറ്റൊരു സംഭവം, അബൂ ദർദാ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ അന്വേഷിച്ചുകൊണ്ട് ഒരാൾ മദീനയിൽ നിന്നും യാത്ര പുറപ്പെടുകയാണ്. അബൂ ദർദാ റളിയല്ലാഹു അൻഹു അപ്പോൾ ആ സമയത്ത് താമസിക്കുന്നത് ദമസ്കസിലാണ്. നമുക്കറിയാം, സിറിയയിലെ ദമസ്കസിൽ, ഏകദേശം 1 മാസം ചില്ലാൻ വഴിദൂരമുള്ള ദമസ്കസിലാണ് ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷം അബൂ ദർദാ റളിയല്ലാഹു അൻഹു ജീവിച്ചിരുന്നത്. അദ്ദേഹത്തെ കാണണമെന്ന ആവശ്യവുമായി ഈ സ്വഹാബി, ഈ ഒരാൾ, അദ്ദേഹം അബൂ ദർദായിനെ കണ്ടുമുട്ടി. അവിടെ ചെന്നപ്പോൾ ചോദിച്ചു, നീ എന്തിനാ വന്നത്? ഞാൻ താങ്കളെ കാണുവാനാണ് വന്നത്. എന്താണ് നിന്റെ ആഗമന ഉദ്ദേശം? അദ്ദേഹം പറഞ്ഞു, താങ്കളിൽ അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്നും ഒരു ഹദീസ് ഉണ്ട്, ഞാനത് കേട്ട് പഠിക്കുവാൻ വേണ്ടി വന്നതാണ്. താങ്കളിൽ നിന്ന് നേരിട്ട് കേട്ട് പഠിക്കുവാൻ വന്നതാണ്. അപ്പോൾ പറഞ്ഞു കൊടുത്ത ഒരു ഹദീസ് ഉണ്ട്. ഇൽമിൻ്റെ സദസ്സുകളിൽ, ഇൽമിൻ്റെ മഹാത്മ്യം വിവരിക്കുന്ന ക്ലാസ്സുകളിലെല്ലാം ഉത്ബോധിപ്പിക്കുന്ന പ്രശസ്തമായ ഒരു ഹദീസ്. മൻ സലക ത്വരീഖൻ യബ്തഗി ഫീഹി ഇൽമൻ സലകല്ലാഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന. ദീർഘമായൊരു ഹദീസാണ്. അതിൻ്റെ ഒരു ആമുഖമാണ് ഞാനിവിടെ പറഞ്ഞു വെച്ചത്. അദ്ദേഹം ചോദിച്ചപ്പോൾ അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, മൻ സലക ത്വരീഖൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സലക ത്വരീഖൻ, ആരെങ്കിലും അറിവ് നേടണമെന്ന ഉദ്ദേശത്തോടു കൂടി ഒരു മാർഗത്തിൽ പ്രവേശിച്ചാൽ, സലകല്ലാഹു ത്വരീഖൻ ഇലൽ ജന്ന, അവർക്ക് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു കാണിച്ചു കൊടുക്കും. മറ്റൊരു ഹദീസിൽ
സഹലല്ലാഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന, സ്വർഗത്തിലേക്കുള്ള വഴി അവന് എളുപ്പമാക്കി കൊടുക്കും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബൂദർദ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറയുകയാണ്. വീണ്ടും ഇൽമ് തേടുന്നതിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാചകം തുടരുകയാണ്. വഇന്നൽ മലായികത ലതദഉ അജ്നിഹതഹ ലിതാലിബിൽ ഇൽം, തീർച്ചയായും മലക്കുകൾ അറിവ് നേടുന്നവനോടുള്ള തൃപ്തി കാരണം അവരുടെ ചിറകുകൾ, മലായികകളുടെ ചിറകുകൾ അവന്റെ മേൽ താഴ്ത്തി കൊടുക്കുന്നതാണ്. അസംഖ്യം മലക്കുകൾ ഈ ലോകത്തുണ്ട്, ഉപരിലോകത്തുണ്ട്. നമുക്കറിയാൻ പാടില്ലാത്ത എണ്ണം അത്രയോ മലായികത്തുകളുണ്ട്. അവർക്കെല്ലാം ചിറകുകളുമുണ്ട്. ചിറക് താഴ്ത്തി കൊടുക്കുക എന്നുള്ളത് അറിവ് തേടുന്നവനോടുള്ള തൃപ്തിക്ക് കാരണമായിക്കൊണ്ട്, തൃപ്തിയുള്ളതായിക്കൊണ്ട്, അവരോടുള്ള ഇഷ്ടത്തോടും അവരോടുള്ള ദ്വാവുമായിക്കൊണ്ട് അവർ ചിറക് താഴ്ത്തി കൊടുക്കുകയാണ്. നമുക്കറിയാം, ഒരു കുഞ്ഞിപ്പക്ഷി, ഒരു കുഞ്ഞിക്കോഴി അതിനെ ആക്രമിക്കാൻ വരുമ്പോൾ തള്ളക്കോഴി ചിറക് ഇങ്ങനെ പിടിച്ചു കൊടുക്കും. നമുക്കൊരു കഠിനമായ വെയിലിൽ നിൽക്കുമ്പോൾ ഒരു നിഴൽ ലഭിക്കുന്നത് എത്രത്തോളം നമുക്ക് ഉപകാരം ചെയ്യുമോ, എത്രത്തോളം നമുക്ക് ആശ്വാസം നൽകുമോ, അതിനോട് ഉപമിച്ചുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത്. വീണ്ടും പറയുകയാണ്, വഇന്നൽ ആലിമി ലതഗ്ഫിറു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർളി ഹത്താ ഹീതാന ഫിൽ മാ, തീർച്ചയായും ഒരറിവ് നേടുന്നവന് വേണ്ടി ആകാശഭൂമിയിലുള്ള സകലതും, സർവവും പാപമോചനം തേടുന്നതാണ്. എത്രത്തോളം എന്നാൽ ഹത്താ ഹീതാന ഫിൽ മാ, സമുദ്രത്തിലുള്ള ജീവജാലങ്ങളൊക്കെയും അറിവ് തേടുന്നതിന് വേണ്ടി, അവർക്ക് വേണ്ടി പാപമോചനത്തെ തേടുകയാണ്. വഫദ്ലിൽ ആലിമി അലൽ ആബിദി കഫദ്ലിൽ ഖമരി അലാ സായിരിൽ കവാകിബ്, ഒരു ആബിദിനേക്കാൾ, ആബിദ് എന്ന് പറഞ്ഞാൽ ദിനരാത്രം മുഴുവനും ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കുന്ന ഒരാൾ, പൂർണ്ണമായും ഇബാദത്തിൽ മുഴുകിയിരിക്കുന്ന ഒരാളെ കുറിച്ചാണ് ആബിദ് എന്ന് പറയുന്നത്. ഒരു ആബിദിനേക്കാൾ ആലിമിനുള്ള ശ്രേഷ്ഠത, അതായത് ഒരു അറിവ് തേടുന്നവനുള്ള അല്ലെങ്കിൽ ഒരു പണ്ഡിതനുള്ള ശ്രേഷ്ഠത എന്ന് പറഞ്ഞാൽ മറ്റു നക്ഷത്രങ്ങളെക്കാൾ, ആകാശലോകത്ത് മറ്റു നക്ഷത്രങ്ങളെക്കാൾ ചന്ദ്രനുള്ള ശ്രേഷ്ഠത എത്രത്തോളം വേറിട്ട് നിൽക്കുന്നുവോ അതുപോലെയാണ് ഒരു ആബിദും ഒരു ആലിമും തമ്മിൽ ഉപമപ്പെടുത്തിയത്. ഇന്നൽ ഉലമാ വറസത്തുൽ അംബിയാ, ഉലമാക്കൾ എന്ന് പറഞ്ഞാൽ നബിമാരുടെ അനന്തരാവകാശികളാണ്. ഇന്നൽ അംബിയാ ലം യുവരിസു ദീനാറൻ വലാ ദിർഹമൻ ഇന്നമാ വറസു ഇൽമൻ, അംബിയാക്കൾ ഇവിടെ നിന്ന് പോയപ്പോൾ, മരണപ്പെട്ടു പോയപ്പോൾ ഇവിടെ ഒരു ഭൂപ്രകൃതി, ഒരു വിസ്താരമായ ഒരു സാമ്രാജ്യമോ അല്ലെങ്കിൽ കുറെ ഖജനാവുകളോ ഇതൊന്നുമല്ല വിട്ടേച്ച് പോയത്. അവർ സമൂഹത്തിന് നൽകി പോയത് ദീനാണ്. ആ ദീനിന്റെ ഇൽമിനെയാണ്, അതിന്റെ ശ്രേഷ്ഠതയെയാണ് ഇവിടെ വിവരിക്കുന്നത്. അവർ വിട്ടേച്ചു പോയത്, അവരിൽ നിന്ന് നമുക്ക് അനന്തരാവകാശം എടുക്കുവാൻ പറ്റുന്നത് ആ ദീനിലുള്ള ഇൽമിനെയാണ്, അറിവിനെയാണ്. അതിനെക്കുറിച്ചാണ് പറയുന്നത്. പണ്ഡിതന്മാർ നബിയുടെ അനന്തരാവകാശികളാകുന്നു. നബിമാർ ദീനാറോ ദിർഹമോ അവർ കൊണ്ടുപോയിട്ടില്ല. അവർ ഈ ഭൂമിയിൽ വിട്ടേച്ചു പോയത് അവരുടെ ദീനാണ്, ഇൽമാണ്. അത് സമ്പാദിച്ചവൻ ഫമൻ അഖദഹു ബിഹി ഫഖദ് അഖദ ബിഹദ്ദിൻ വാഫിർ ഫമൻ അഖദ ബിഹി ഫഖദ് അഖദ ബിഹദ്ദിൻ വാഫിർ. ആർ ആ അനന്തരാവകാശം അതിൽ നിന്നൊരു അല്പം എടുത്തുവോ അല്ലെങ്കിൽ ഒരു ഓഹരി എടുത്തുവോ അവനൊരു പരിപൂർണമായ ഒരു വിഹിതം തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് എന്നാണ് ഇവിടെ ഈ ഹദീസിൽ ഇൽമ് തേടിക്കൊണ്ട് അബൂദർദ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് ചെന്ന, അദ്ദേഹത്തെ സമീപിച്ച് വിജ്ഞാനം ആരാഞ്ഞ, ഒരു ഹദീസ് ആരാഞ്ഞ ആ സഹാബിയോട് അബൂദർദ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അപ്പോൾ ഇൽമ് നേടുന്നതിൻ്റെ പ്രാധാന്യമാണ് നാം ഇവിടെ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ
നമുക്കറിയാം, നാം പല കാര്യങ്ങൾക്കും വേണ്ടിയും നമുക്കൊരു പ്രൊമോഷൻ ലഭിക്കും. ഒരു സർട്ടിഫിക്കറ്റ് കൂടി ഉണ്ടായാൽ നമുക്കൊരു പ്രൊമോഷൻ ലഭിക്കും. അപ്പൊ അതിനുവേണ്ടി എന്ത് ചെയ്യും? ആൾ ഒരു കോഴ്സ് ചെയ്ത് എത്രയും ബുദ്ധിമുട്ടി മറ്റുള്ള തിരക്കുകളെല്ലാം ഒഴിവാക്കി പൈസ, സമയവും അധ്വാനവും പിന്നെ ആരോഗ്യവും എല്ലാം അതിനുവേണ്ടി ചെലവഴിച്ച് അതെങ്ങനെയെങ്കിലും നേടിയെടുക്കുവാൻ നോക്കും. പക്ഷേ ഈ ഇൽമ് എന്ന് പറയുന്നത്, നാഫിയായ ഇൽമ് എന്ന് പറയുന്നത് നാം പരലോകത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു മഹത്തായ ഒരു വിഭവമാണ്. അത് നേടിയെടുക്കുവാൻ നമ്മുടെ ഈ പ്രവാസ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന തുച്ഛമായ ഒരു സമയം, ഈ ഇൽമ് തേടുക എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു അറബിക് കോളേജിൽ ചെന്ന് അവിടെ രജിസ്ട്രേഷൻ എല്ലാം എടുത്ത് ഒരു 5 വർഷം 10 വർഷം എല്ലാം പഠിച്ച് ഒരു ബിരുദമൊക്കെ നേടി, അല്ലെങ്കിൽ ഒരു പ്രാസംഗികനോ ഒരു ഖത്തീബോ ഒരു പണ്ഡിതനോ ഒക്കെ ആ അർത്ഥത്തിലല്ല പറയുന്നത്. ദീനിലുള്ള ഒരു ചെറിയ അറിവാണെങ്കിൽ പോലും അത് അവന് നാഫിയായാൽ, അവനൊരു ഉപകാരപ്പെട്ടാൽ അത് അവന് പരലോകത്ത് വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. അത്തരം അറിവുകളെ കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നത്. എന്ന് വെച്ച് മറ്റ് ദീനീ വിജ്ഞാനം തേടേണ്ടതെന്നല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമുക്കിവിടെ പരിമിതമായ ഒരു സമയം, നമ്മുടെ ജോലി സമയമെല്ലാം കഴിഞ്ഞ് കിട്ടുന്ന കുറച്ച് സമയം, ഒരു ദിവസത്തിൽ ഒരു 15 മിനിറ്റ് ആയിക്കോട്ടെ, 20 മിനിറ്റ് ആയിക്കോട്ടെ, അരമണിക്കൂർ ആയിക്കോട്ടെ, എത്രയോ കിട്ടുന്നത്, അതെല്ലാം നമുക്ക് അള്ളാഹുവിന്റെ ദീൻ മനസ്സിലാക്കുവാനുള്ള ഒരു പ്രവർത്തനത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങുക. അതിൽ നിന്ന് ലഭിക്കുന്ന ഖൈറാത്തുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല തടസ്സങ്ങളും നമുക്ക് ആ സമയത്ത് വന്ന് ഭവിക്കും. പക്ഷേ നിങ്ങൾ പരിശ്രമിക്കുക, എന്നിട്ട് അള്ളാഹുവിനോട് സഹായം തേടുക. അള്ളാഹുവിന്റെ ഒരു തൗഫീക്ക് നമുക്ക് തീർച്ചയായും ലഭിക്കും. നാം ഇവിടെ വന്നപ്പോഴൊന്നും നമുക്ക് കിട്ടിയ സാലറി ആയിരിക്കില്ല ഒരു 5 വർഷം കിട്ടുന്നത്. പടിപടിയായി നമുക്ക് ഉയർന്നുണ്ട്, എല്ലാം പ്രൊമോഷൻ ലഭിക്കുന്നുണ്ട്, എല്ലാം ലഭിക്കുന്നുണ്ട്. പക്ഷെ ഇൽമിയായി ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ചെറുപ്പകാലത്ത് മദ്രസയിൽ നിന്ന് പഠിച്ചതിൽ നിന്ന് എന്തെങ്കിലും നമുക്കൊരല്പം കൂടാൻ പറ്റിയോ? ആ ഇൽമിനനുസരിച്ചിട്ടാണല്ലോ, നമുക്ക് ലഭിച്ച ഇൽമിനനുസരിച്ചിട്ടാണല്ലോ നമ്മളുടെ പ്രവർത്തനങ്ങളും ഉണ്ടാവുക. അത്തരം പ്രവർത്തനങ്ങൾ എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുമായി യോജിച്ചു നിൽക്കുന്നു എന്നെല്ലാം പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ വളരെ കുറവായിരിക്കും നമുക്ക് ബോധ്യപ്പെടുക. അപ്പൊ നമുക്ക് കിട്ടുന്ന സമയം അള്ളാഹുവിന്റെ മാർഗത്തിൽ വിനിയോഗിക്കുവാനുള്ള ഒരു നല്ലൊരു മാർഗമാണ് ഇൽമ് തേടുക, ഇൽമിന്റെ സദസ്സിൽ പങ്കെടുക്കുക, ഇൽമിയായ ആലിമിന്റെ കൂടെ കൂടുക എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു അവനിൽ ഖൈർ ഉദ്ദേശിച്ചു എന്നുള്ളതാണ്. മൻ യുരിദില്ലാഹി ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസാണ്. മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ. ആർക്ക് അള്ളാഹു നന്മ ഉദ്ദേശിച്ചുവോ, ഒരാളുടെ മേൽ അള്ളാഹു ഒരു ഖൈർ ഉദ്ദേശിക്കുകയാണ്, നന്മ ഉദ്ദേശിക്കുകയാണ്, അവൻ അള്ളാഹു കൊടുക്കുന്നത് കുറെ പണം നൽകുമെന്നല്ല പറഞ്ഞത്, കുറെ സന്താനങ്ങൾ നൽകുമെന്നല്ല പറഞ്ഞത്, അവന്റെ കച്ചവടത്തിൽ അഭിവൃദ്ധി ഉണ്ടാവും അല്ലെങ്കിൽ മറ്റൊന്നുമല്ല അവിടെ സൂചിപ്പിച്ചത്. യുഫഖിഹു ഫിദ്ദീൻ എന്ന് പറഞ്ഞാൽ ഫിഖ്ഹിൽ, ദീനിയായ ഇൽമിൽ അവന് അവഗാഹം നൽകുമെന്നുള്ളതാണ്. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, വമൻ ലം യുരിദ് ബില്ലാഹി ഖൈറൻ ലം യുഫഖിഹു ഫിദ്ദീൻ. അള്ളാഹു ഒരാൾക്ക് നന്മ ഉദ്ദേശിക്കുന്നില്ല എങ്കിൽ അവന് ദീനിൽ ഒരു പരിജ്ഞാനവും നൽകുകയില്ല. അവന്റെ അടുത്ത് ദീൻ നേടുവാനുള്ള, അറിവ് സമ്പാദിക്കുവാനുള്ള മാർഗങ്ങളുണ്ട്, പക്ഷെ അതൊന്നും അവൻ എത്തിപ്പിടിക്കുന്നില്ല. ഇതെല്ലാം നമ്മൾ എത്തിപ്പിടിക്കേണ്ടതാണ്. അറിവ് എന്ന് പറഞ്ഞത് ജഹാലത്ത്, അറിവില്ലായ്മയാണ് ജഹാലത്ത് എന്ന് പറയുന്നത്. ജഹാലത്ത് നീങ്ങുമ്പോഴാണ് അറിവ് വരുന്നത്. അറിവ് വരണമെങ്കിൽ എന്ത് ചെയ്യണം? ജഹാലത്ത് നീങ്ങുകയും വേണം. ഇത് രണ്ടും പരസ്പരം പൂരകമാണ്. അപ്പൊ അത് വരണമെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി പരിശ്രമിച്ച്, അതിനുവേണ്ടി ഇറങ്ങിത്തിരിച്ച്, അതൊരു അല്പസമയമാണെങ്കിൽ പോലും ആ കിട്ടുന്ന അറിവ് കൂട്ടി വെച്ച് ഒരു കുറച്ച് നാൾ പിന്തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്കറിയാം, കുറച്ചെങ്കിലും നമുക്ക് മനസ്സിലായി എന്നെല്ലാം ഒരു വിഷയത്തെ കുറിച്ചിട്ടായിരിക്കും, നിസ്കാരത്തെ കുറിച്ചായിക്കോട്ടെ, നോമ്പിനെ കുറിച്ചായിക്കോട്ടെ, വേണ്ട ഇപ്പൊ നമ്മളെല്ലാം പരിശുദ്ധ റമദാന്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് ഖുർആൻ നിരന്തരം പാരായണം ചെയ്യുന്നുണ്ട്. എത്രത്തോളം നമുക്ക് തജ്വീദ് അനുസരിച്ചുകൊണ്ട്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തനുസരിച്ചുകൊണ്ട് അതെല്ലാം പാരായണം ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് നോക്കിക്കഴിഞ്ഞാൽ വളരെ തുച്ഛമായിരിക്കും. പക്ഷേ ആ തജ്വീദോടുകൂടി അതിന്റെ തദബ്ബറോടുകൂടി പാരായണം ചെയ്താൽ അതിൽ നിന്ന് ലഭിക്കുന്ന ശ്രേഷ്ഠത, നമ്മളിപ്പോ നോർമൽ ഡ്യൂട്ടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ഒരു സാലറിയെ കിട്ടുള്ളൂ. ഒരു വെള്ളിയാഴ്ച എന്ന് കഴിഞ്ഞാൽ കുറച്ചുകൂടി കൂടുതൽ കിട്ടും. ഒരു ഹോളിഡേയ്സ് തന്നെയാണെങ്കിൽ അതിന് ഡബിൾ കിട്ടും എന്നെല്ലാം കുറെ കാറ്റഗറി ഉണ്ട്. എന്ന് പറഞ്ഞതുപോലെ നാം ഒരു കാര്യത്തെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് ആ ഒരു പ്രതിഫലയോചയോടുകൂടി നാം അത് ചെയ്യുമ്പോൾ അള്ളാഹു നമുക്ക് സങ്കല്പിക്കാനാവാത്ത വിധം ശ്രേഷ്ഠതകളാണ്, പ്രതിഫലങ്ങളാണ് നാളെ പരലോകത്ത് നമുക്ക് ഒരുക്കി വെച്ചിരിക്കുന്നത്. അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു തന്ന രാവിലെ നമ്മളോട് ചൊല്ലുവാൻ സുന്നത്താക്കപ്പെട്ട ഒരു ദുആ ഉണ്ട്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅൻ വറിസ്ഖൻ ത്വയ്യിബൻ വഅമലൻ മുതഖബ്ബല. അല്ലാഹുമ്മ ഇന്നി, അല്ലാഹുവേ ഞാൻ നിന്നോട് ചോദിക്കുന്നു, അസ്അലുക ഞാൻ നിന്നോട് ചോദിക്കുന്നു, ഇൽമൻ നാഫിഅൻ നാഫിയായ ഇൽമിനെ, ഉപകാരപ്രദമായ ഇൽമിനെ ഞാൻ നിന്നോട് ചോദിക്കുന്നു. കുറെ അറിവുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. മൊബൈൽ ഒന്നെടുത്ത് തുറന്നു നോക്കിയാൽ റീൽസുകളും എന്താ പറയണ യൂട്യൂബ് ചാനലുകളും ഒക്കെയായി നിരന്തരം ഒന്നിനു പുറകെ ഒന്നായി നമ്മൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും. അതിലൊരു 95% നമ്മളുടെ ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് വേണ്ടാത്ത, ഉപകാരപ്പെടാത്ത, നമ്മൾ അറിയണ്ടാത്ത കാര്യങ്ങളായിരിക്കുള്ളൂ കൂടുതലും നമുക്ക് പറയുന്നത്. പക്ഷെ എന്നാലും നമ്മളത് കാണും. കുറെ പളപളപ്പും പൊടിപ്പും തമ്മിലൊക്കെ ഉള്ള കുറെ വാർത്തകളും കുറെ കാര്യങ്ങളൊക്കെ. നമ്മുടെ സമയം നഷ്ടപ്പെടുന്നു എന്നല്ലാതെ, നമ്മുടെ കുറെ GB-യും മൊബൈലിലെ ചാർജും തീരുന്നു എന്നല്ലാതെ അതുകൊണ്ട് മറ്റൊരു ഗുണവുമില്ല. അതേസമയം അള്ളാഹുവിന്റെ ഇൽമിൽ നിന്നൊരൽപ്പം നാം പഠിച്ചു കഴിഞ്ഞാൽ, അത് നമ്മൾ പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ നാളെ പരലോകത്ത് നമുക്ക് ഒരു മുതലായിരിക്കും അതുണ്ടാവും. പിന്നീട് പറയുന്നത് വരിസ്ഖൻ ത്വയ്യിബ, ത്വയ്യിബായ ശ്രേഷ്ഠമായ ഹലാലായ റിസ്ഖ്, ഉപജീവനം. ഈ ഹലാലായ ഉപജീവനം തേടണമെങ്കിൽ എന്ത് വേണം? ഹറാമും ഹലാലും തിരിയണം. ഹറാമും ഹലാലും തിരിയണമെങ്കിൽ അതിനെക്കുറിച്ച് അറിവുണ്ടാവണം. അപ്പോൾ അറിവിന്റെ അടിസ്ഥാനത്തിലാണ് എല്ലാവരും അവിടെ വരുന്നത്. വഅമലൻ മുതഖബ്ബല, സ്വീകാര്യയോഗ്യമായ അമലുകൾ ചെയ്യുവാനും അല്ലാഹുവേ ഞാൻ നിന്നോട് തൗഫീഖിനെ തേടുന്നു. ഇവിടെയും ഇതിന്റെ എല്ലാം ഈ അസ്അലുക ഇൽമൻ നാഫിയ എന്നുള്ളതാണ് ആദ്യം പറഞ്ഞത്. ഇതിനെ പിന്തുടർന്നാണ് മറ്റു രണ്ട് കാര്യങ്ങളും പറഞ്ഞത്. പക്ഷേ ഈ അവസാനം പറഞ്ഞ രണ്ടിനും അനിവാര്യമാണ് ഇൽമൻ നാഫിയ. അതിന് ഏറ്റവും അനുയോജ്യമായിട്ട് വരുന്നതാണ്, അനിവാര്യമായിട്ട് വരുന്നതാണ് ഇൽമ് എന്നുള്ളത്. ത്വയ്യിബായ റിസ്ഖ് നേടണമെങ്കിൽ അവനതിനെ കുറിച്ച് അറിവുണ്ടാവണം. മുത്തഖബ്ബലായ സ്വീകാര്യമായ അമൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവനും അതിനെക്കുറിച്ച് അറിവുണ്ടാവണം. അപ്പോൾ അറിവിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞു വന്നത്. പലരും ഷോപ്പിലും മാളുകളിലും മറ്റും ജോലി ചെയ്യുന്നവരാണ്. വളരെ കുറച്ച് സമയം മാത്രമായിരിക്കും ചിലപ്പോൾ ലഭിക്കുക. ഇത്ര പോലും ലഭിക്കാത്ത ഒരുപാട് ആളുകൾ നമ്മളുടെ ഈ ഗൾഫില് പ്രവാസ ലോകത്തുണ്ട്. ഒരിക്കൽ ഞാൻ ഒരു മരുഭൂമിയിൽ ചെന്നപ്പോൾ അവിടെ ഒരു ആടിനെ മേയ്ക്കുന്ന ഒരാള്, UP കാരനാണ്. ആള് വന്നു കഴിഞ്ഞാൽ 2 വർഷം കൂടുമ്പോഴാണ് നാട്ടിൽ പോണത്. എയർപോർട്ടിൽ നിന്ന് അവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ആള് പുറം ലോകം കാണുന്നത് തിരിച്ച് എയർപോർട്ടിലേക്ക് നാട്ടിലേക്ക് പോകുമ്പോഴാണ്. വേറൊരാളായിട്ട് സമ്പർക്കമില്ല. അവരുടെ അർബാബ് വരും, കുബൂസും കാര്യങ്ങളൊക്കെ കൊടുക്കും എന്നല്ലാതെ വേറൊരാളായിട്ട് സമ്പർക്കമില്ല. പക്ഷെ നമുക്കിവിടെ ആളുകളെ കാണാം, സംസാരിക്കാം, കുറെ ഇടപഴകാം, അവിടേക്ക് പോകാം, കുറെ സ്വാതന്ത്ര്യമുണ്ട്. ഇതെല്ലാം നാം എങ്ങനെയത് ഉപയോഗിച്ചു? അവരൊന്നും ഒരു തെറ്റ് ചെയ്തതിന്റെ പേരിലല്ല ഒരു ജയിലിന് സമാനമായ ഒരു ജോലിയിലേക്ക് എത്തിപ്പെട്ടത്. ഇതെല്ലാം നമുക്ക് നൽകിയ അള്ളാഹു നൽകിയ ഒരു അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തെ വേണ്ട വിധം ഉപയോഗപ്പെടുത്തുമ്പോൾ ആ നൽകിയ അനുഗ്രഹത്തെ കുറിച്ചും നാളെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ചോദിക്കുന്നതാണ്. ആ ഒരു കാര്യം എല്ലാവരും ഓർമ്മയിൽ വെക്കുക. അള്ളാഹുവിന്റെ ഇൽമ് നേടുന്ന കാര്യങ്ങളിൽ മുന്നിട്ടിറങ്ങുക എന്ന് പറഞ്ഞാൽ നല്ലൊരു നിയത്തോടു കൂടി ഇറങ്ങി തിരിച്ചാൽ അള്ളാഹുവിന്റെ തൗഫീഖ് തീർച്ചയായും അതിനുണ്ടാവും. പല കാര്യങ്ങളും നമ്മൾ
ഒരു വീട് പണിയാനായിട്ട് നമ്മൾ ഒന്നുമില്ലായ്മയിൽ നിന്നായിരിക്കുമല്ലോ പലരും തുടങ്ങുന്നത്. ഒരു സ്ഥലം വാങ്ങണതും റൊക്കം പണം ഒത്തിട്ടൊന്നുമല്ല. ആരും ഇതുപോലെ ഒരു ക്ലാസ്സിനൊക്കെ വരിക എന്ന് പറയുന്നത് എല്ലാ സമയവും എല്ലാ തിരക്കുകളും മാറ്റി കറക്റ്റ് സമയം എനിക്ക് ഇതിന് ആപ്റ്റായിട്ട് കറക്റ്റ് സമയം കിട്ടിയത് കൊണ്ടല്ല. നമ്മളൊരു കാര്യത്തിന് മുന്നിട്ടിറങ്ങി കഴിഞ്ഞാൽ തീർച്ചയായും അള്ളാഹു അതിന് ഒരു ഒരു തുറവി നൽകുന്നതാണ്. അപ്പോൾ ആ ഒരു ദുആ എല്ലാവരും പതിവാക്കുക. അള്ളാഹുവിന്റെ ഇൽമ് നേടുന്നതിനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുക. അത്തരം ഒരു വഴിയിലേക്ക് പ്രവേശിക്കുക. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൽമിന്റെ മഹത്വം അറിഞ്ഞുകൊണ്ട് ഇൽമ് തേടുന്നവരായി അള്ളാഹുവിന്റെ റസൂലിന്റെ അനന്തരാവകാശികളായി നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മയെല്ലാം ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.